പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ചിരുന്ന പുതുയുഗ യാത്ര ഇന്ന് ഔദ്യോഗികമായി തന്നെ സമാപിക്കുകയാണ്. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സമ്മേളനം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. പുതുയുഗ യാത്രയിലേക്ക് പോകുമ്പോൾ പുതുയുഗ യാത്ര കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഉണർവ് നൽകുന്നതിന് വേണ്ടി, ഐക്യം ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്ര ആയിരുന്നു. അങ്ങനെയുള്ള യാത്രയാണ് ഇന്ന് അവസാനിക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നിയമമണ്ഡലങ്ങളിലെ UDF പ്രവർത്തകരാണ് ഇന്ന് ഈ സമാപന ചടങ്ങിൽ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ഈ പുതുയുഗ യാത്രയിലേക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആരംഭിച്ച യാത്ര, പുതുയുഗ യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ കഴിഞ്ഞ 25 ദിവസം ആണ് ഈ യാത്ര കേരളത്തിലുടനീളം കടന്നുപോയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 121 പൊതുസമ്മേളനങ്ങൾ ആണ് ഉണ്ടായിരുന്നത്. ഈ സമ്മേളന വേദികളിൽ ആണ് രാഷ്ട്രീയം പറഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ഈ വേദികളിൽ പറഞ്ഞ രാഷ്ട്രീയം വോട്ടായി മാറുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ഈ പുതുയുഗ യാത്രയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലും UDFിൻ്റെ സംഘടനാ തലത്തിലുമൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കെട്ടുറപ്പോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സജ്ജമാവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, നമുക്കറിയാം ഈ LDFിൻ്റെ മേഖലാ ജാഥകൾ, ആ ജാഥകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് CPIയുടെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനം ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ നടന്ന മറ്റൊരു യാത്ര, അത് UDFിൻ്റെ പുതുയുഗ യാത്രയാണ്. അത് വി.ഡി. സതീശനാണ് നയിച്ചത്. അതിനിടെ ഒട്ടേറെ വിവാദങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതുമാണ്. പക്ഷേ കോൺഗ്രസിനെ ഉണർത്താൻ അല്ലെങ്കിൽ UDFിനെ ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കാൻ പുതുയുഗ യാത്രയ്ക്ക് സാധിച്ചോ? എന്താണ് പൊതുവെ UDF കേന്ദ്രങ്ങൾ ഈ യാത്രയെക്കുറിച്ച് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ വിലയിരുത്തുന്നത്? കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുന്നത്. ഏതാണ്ട് 25 ദിവസം കൊണ്ട് 121 പൊതുസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ പുതുയുഗ യാത്ര ഇന്ന് സമാപിക്കാൻ പോകുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാകും വൈകുന്നേരം 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരികെ വരാനാകും എന്ന വലിയൊരു ആത്മവിശ്വാസം താഴെത്തട്ടിലിടയിലുള്ള പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിലൊക്കെ സജീവമാക്കാൻ ഈ ഒരു പുതുയുഗ യാത്ര കൊണ്ട് കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്. നമുക്കറിയാം വടക്കൻ ജില്ലകളിലൊക്കെ വലിയ അഭൂതപൂർവമായ തിരക്ക് ഈ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുസമ്മേളനങ്ങളുണ്ടായി. ആ തിരക്കിനിടയിലുണ്ടായ ഉന്തും തള്ളും വരെ വിവാദങ്ങളായി പിന്നീട് വാർത്തകളിൽ ഇടം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ തിരക്കിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അത് അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് മറ്റ് വടക്കൻ ജില്ലകളിലും അവിടെ നിന്ന് അങ്ങോട്ട് മാറി മധ്യകേരളത്തിലേക്ക് വന്നപ്പോഴുമൊക്കെ അത് തന്നെയായിരുന്നു കാഴ്ച. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ ഊർജ്ജം വീണ്ടെടുക്കുന്ന തരത്തിലേക്ക് ഈ യാത്ര മാറി എന്നതാണ് വസ്തുത. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വലിയ പ്രചാരണ വിഷയമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ UDF ഉപയോഗിച്ചോ സമാനമായ തരത്തിൽ തന്നെ ഈ പുതുയുഗ യാത്രയുടെ വേദികളിലും അതങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലുണ്ട് കോൺഗ്രസ് ക്യാമ്പിന്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇത് കൃത്യമായ അധികാരത്തിലേക്കുള്ള ഒരു വഴിയൊരുക്കലായി മാറും എന്ന വിലയിരുത്തലാണ് നേതൃത്വം ഉള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ കൂടി ഈ ചടങ്ങിനെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. വൈകുന്നേരം 4 മണിക്ക് ആസാദ് ഗേറ്റിന് മുമ്പിൽ നിന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട 3 മണ്ഡലങ്ങളുടെ, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് രാഹുൽ ഗാന്ധി പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. ഏത് തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. ഈ യാത്ര അവസാനിക്കുന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനടക്കം രാഹുലും പ്രിയങ്കയും സജീവമായി തന്നെ ഉണ്ടാകും എന്ന ഒരു സൂചന കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള സജ്ജീകരണങ്ങളുമായി, ഒരുക്കങ്ങളുമായാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത്.
യെസ്, തീർച്ചയായും ഡാൻ തുടരുക. ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിൽ സജീവമായേക്കാം. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പുണ്ട്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പുണ്ട്, അസമിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പുണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേറുവാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം ഡാൻ, നമുക്കറിയാം, അതായത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ഒരു പ്രകടന പത്രികയിൽ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ചിലതെങ്കിലും രാഹുൽ ഗാന്ധി പലപ്പോഴായി പറഞ്ഞു പോയിട്ടുണ്ട് എന്നത് നമുക്ക് കഴിഞ്ഞ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 5 മണിക്ക് പുതുയുഗ യാത്രയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുമോ എന്നതാണ് അറിയേണ്ടത്. വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുമോ, ഒപ്പം മണ്ഡല അടിസ്ഥാനത്തിൽ പ്രകടന പത്രികകൾ തയ്യാറാക്കുക എന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ട്. അതായത് ഓരോ മണ്ഡലത്തിലെയും ആളുകളുമായി സംവദിക്കുക, അങ്ങനെ സംവദിച്ച ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകൾ ശേഖരിച്ച് ആ മണ്ഡലത്തിന് ആവശ്യമായ പദ്ധതികൾ, ഒപ്പം ഈ സാമ്പത്തികമായ വലിയ ബാധ്യത സർക്കാരിനുണ്ടാകാതിരിക്കാൻ പ്രാദേശികമായി നിക്ഷേപം നടത്താൻ പറ്റുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രകടന പത്രിക തയ്യാറാക്കുക, അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഡാൻ, നമുക്കറിയാമല്ലോ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സർക്കാർ പരസ്യങ്ങൾ സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും പരസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ KSRTC ബസ്സുകൾ മുഴുവൻ സർക്കാർ പരസ്യമാണ് എന്ന് നമുക്കറിയാം. മാധ്യമങ്ങളിൽ നിറയെ സർക്കാർ പരസ്യമുണ്ട്. കഴിഞ്ഞ ദിവസം PRD തയ്യാറാക്കിയ പരസ്യം വലിയ വിവാദമായ സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു കേരളം, അതിൽ നിന്ന് എന്തു മാറ്റം എന്ന നിലയിൽ PRD തന്നെ അങ്ങനെ ഒരു പരസ്യം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ പാർട്ടികൾ നടത്താറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ നടത്താറുണ്ട്, അതല്ല എങ്കിൽ PRD വികസന നേട്ടങ്ങൾ പറയാറുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കോട്ടങ്ങൾ കൂടി പറഞ്ഞിരുന്ന ഒരു പരസ്യം സർക്കാർ ചെലവിൽ നമ്മൾ ആദ്യമായി കാണുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും 3ാം ടേമിലേക്ക് വേണ്ട പോരാട്ടങ്ങൾ ഇടതുപക്ഷം നടത്തുമ്പോൾ അതിന് മറുപടി നൽകുക ഇത്തരം വേദികളല്ല ആകുമല്ലോ. അതുകൊണ്ട് അത്തരം വാഗ്ദാനങ്ങളോ പ്രഖ്യാപനങ്ങളോ ഒക്കെ എത്രത്തോളം സാധ്യതയുണ്ട് ഡാൻ? ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് പിണറായി സർക്കാർ ചടുലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് മുൻ സർക്കാരിനെതിരായ വിമർശനം ഉൾക്കൊള്ളുന്ന പരസ്യങ്ങളും തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലടക്കം കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് കഴിഞ്ഞ ദിവസം നേതൃത്വം വ്യക്തമാക്കിയതാണ്. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള കൃത്യമായ മറുപടി കൂടി പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ ഉണ്ടായേക്കും. അങ്ങനെയെങ്കിൽ ചില വിസ്മയങ്ങൾക്കായി കാത്തിരിക്കുക എന്നുള്ളൊരു സൂചന കൂടി കോൺഗ്രസ് ക്യാമ്പ് നൽകുന്നുണ്ട്. അവിടെ ഏത് തരത്തിലാണ് ആ വിസ്മയം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട ചില ജനകീയമായ പദ്ധതികളുടെ പ്രഖ്യാപനമായിരിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റ് മുന്നണികൾക്കുള്ളിൽ ആശങ്ക സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷ ഉണർത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഈ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ ഉണ്ടാകും? ഇതിലേതാണ് സംഭവിക്കാൻ പോകുന്നതിൽ എന്നതിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. പക്ഷേ ചില വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പുതുയുഗ യാത്ര ഓരോ മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ ആ ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളിൽ നിന്ന് കൃത്യമായി ക്രോഡീകരിച്ചെടുത്തിരിക്കുന്ന വിവരങ്ങൾ ജില്ലാ അടിസ്ഥാനത്തിൽ അത് സ്ക്രൂട്ടനൈസ് ചെയ്ത് ഓരോ ജില്ലയ്ക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായി ജനങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാകും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ എന്നാണ് മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പ്രതിനിധികളടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ചില അസംതൃപ്തരുടെ സാന്നിധ്യം, മറ്റ് പാർട്ടികളിലെ ചില അസംതൃപ്തരുടെ സാന്നിധ്യം ഒരുപക്ഷെ പുതുയുഗ യാത്രയുടെ വേദിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ G. സുധാകരൻ വലിയ തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിന് പിന്നാലെ അനുനയനീക്കമായി നേതാക്കൾ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ കാണുകയും അത് ഏറെക്കുറെ രമ്യതയിലേക്ക് എത്തുമെന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക്, അഭ്യൂഹങ്ങളിലേക്ക് പിന്നീട് വാർത്തകൾ വഴിമാറുകയും ഒക്കെ ചെയ്തത്. സമാനമായ തരത്തിലുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾ വീണ്ടും ഉണ്ടായേക്കാനാണ് സാധ്യത. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ന് പുതുയുഗ യാത്രയുടെ സമാപന വേദിയിലും അത്തരത്തിലുള്ള ചില വിസ്മയങ്ങൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനയാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്.